എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മലയാളത്തിലെ 5ാമത്തെ പാഠമായ മണ്ണിലും മരത്തിലും എന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റി ചെയ്തു നോക്കാം. എന്തായിരുന്നു ഈ പാഠത്തെപ്പറ്റി കൂട്ടുകാർക്കറിയില്ലേ? അമ്മക്കിളിയും ഒരു കുഞ്ഞിക്കിളിയും ഉണ്ടായിരുന്നു. ഈ അമ്മക്കിളി കൂട്ടിൽ നിന്നും ഭക്ഷണം തേടി പറന്നുപോയി. ആ സമയത്ത് കുഞ്ഞിക്കിളി കൂട്ടിൽ ഉറങ്ങുകയായിരുന്നു അല്ലേ? അങ്ങനെ എന്തൊക്കെയുണ്ടായെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കൂട്ടുകാർ പൂരിപ്പിക്കേണ്ടത് ടീച്ചർ പറഞ്ഞു തരാം. അമ്മക്കിളി പറന്നു പോയി. കുഞ്ഞിക്കിളി കൂട്ടിൽ തനിച്ചായി. കുഞ്ഞിക്കിളി കണ്ണു തുറന്നു ചുറ്റും നോക്കി. അമ്മക്കിളിയെ കാണാനില്ല. കുഞ്ഞിക്കിളി കരയാൻ തുടങ്ങി. എന്തൊക്കെയുണ്ടായി? അമ്മക്കിളി പറന്നുപോയി. കുഞ്ഞിക്കിളി കൂട്ടിൽ തനിച്ചായി. കുഞ്ഞിക്കിളി കണ്ണു തുറന്നു ചുറ്റും നോക്കി. അമ്മക്കിളിയെ കാണാനില്ല. കുഞ്ഞിക്കിളി കരയാൻ തുടങ്ങി. ആ സമയത്ത് അവിടെ തൊട്ടടുത്ത് ആരുണ്ടായിരുന്നു? നമ്മുടെ അണ്ണാനുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ മഴ വന്നു, ഇടിവെട്ടി, കുഞ്ഞിക്കിളി കരഞ്ഞു. മഴ വന്നു, ഇടിവെട്ടി, കുഞ്ഞിക്കിളി കരഞ്ഞു. ഇതെല്ലാം ആര് കാണുന്നുണ്ടായിരുന്നു? നമ്മുടെ അണ്ണാൻ കുഞ്ഞ് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അണ്ണാൻ കുഞ്ഞ് എന്തു ചെയ്തു? അണ്ണാൻ കുഞ്ഞ് ചിൽ 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 എന്ന ശബ്ദമുണ്ടാക്കി. അങ്ങനെ ഇരിക്കെ അണ്ണാൻ എന്തു ചെയ്തു? അണ്ണാൻ കുഞ്ഞിക്കിളിയുടെ അമ്മയെ ചുറ്റും നോക്കി. അണ്ണാൻ അമ്മയെ ചുറ്റും നോക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആരെടുത്തു ചെന്നു? അണ്ണാൻ ഈ തത്തമ്മയെ സമീപിച്ചു. എന്താണ് തത്തമ്മയോട് അണ്ണാൻ പറഞ്ഞിട്ടുണ്ടാവുക? തത്തമ്മേ, ഓടിവാ, കുഞ്ഞിക്കിളി അപകടത്തിലാണ്, അവളുടെ അമ്മയെ കാണാനില്ല. എന്താണ് പറഞ്ഞിട്ടുണ്ടാവുക? തത്തമ്മേ, ഓടിവാ, കുഞ്ഞിക്കിളി അപകടത്തിലാണ്, അവളുടെ അമ്മയെ കാണാനില്ല. അപ്പോൾ നമ്മുടെ തത്തമ്മ എന്താണ് മറുപടി പറഞ്ഞതെന്ന് നോക്കൂ. നീ അവളെയും കൂട്ടി എൻ്റെ പൊത്തിലേക്ക് വാ. നീ അവളെയും കൂട്ടി എൻ്റെ പൊത്തിലേക്ക് വാ. അങ്ങനെ ഇരിക്കെ എന്തായി? എന്ത് സംഭവിച്ചു? ഈ മഴയും കാറ്റും എല്ലാം എന്തായി? ശക്തമായില്ലേ? കാറ്റ് വീശി, ഇടിവെട്ടി, പെരുമഴ. കാറ്റ് വീശി, ഇടിവെട്ടി, പെരുമഴ പെയ്തു. അങ്ങനെ ഇവർക്ക് എന്ത് പറ്റി എന്ന് നോക്കാം. അണ്ണാൻ ചില്ലയിലേക്ക് എടുത്തുചാട്ടം. അണ്ണാൻ ചില്ലയിലേക്ക് എടുത്തു ചാടി. കുഞ്ഞിക്കിളിയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി അണ്ണാൻ ആ ചില്ലയിലേക്ക് ഒറ്റച്ചാട്ടം. ചാടിയപ്പോൾ എന്ത് സംഭവിച്ചു? എന്താ ഉണ്ടായതെന്ന് നോക്കൂ. അണ്ണാൻ ചില്ലയിലേക്ക് എടുത്തു ചാടി. അപ്പം എന്തുണ്ടായി? ചിത്രത്തിൽ കാണുന്നില്ലേ? ചില്ല ഇളകി, കൂടിളകി, കൂട് താഴേക്ക് വീണു. കുഞ്ഞിക്കിളി താഴേക്ക് വീണു. അണ്ണാൻ ചില്ലയിലേക്ക് എടുത്തു ചാടി. ചില്ല ഇളകി, കൂട് താഴെ വീണു. കുഞ്ഞിക്കിളി താഴേക്ക് വീണു. അങ്ങനെ അണ്ണാനും കുഞ്ഞിക്കിളിയും താഴേക്ക് വീണു. അപ്പോൾ ഇവർക്ക് ഭയങ്കര വിഷമമായി അല്ലേ? അതേ സമയത്ത് ആര് വരുന്നുണ്ടായിരുന്നു? കുഞ്ഞിക്കിളിയുടെ അമ്മ കുഞ്ഞിക്കിളിയെ അന്വേഷിച്ച് വരികയായിരുന്നു. അപ്പോൾ കുഞ്ഞിക്കിളി കുഞ്ഞിക്കിളി എന്ന് അമ്മ വിളിച്ചുകൊണ്ടാണ് വരുന്നത്. കുഞ്ഞിക്കിളി കൂട്ടിൽ നിന്നും താഴെ വീണിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എന്തായിരുന്നു ചെയ്യുന്നത്? പിന്നെ കുഞ്ഞിക്കിളി കുഞ്ഞിച്ചിറകുകൾ വീശി വീശി അതാ കുഞ്ഞിക്കിളി പറന്നു വരുന്നു. അപ്പോൾ അണ്ണാൻ കാണുന്നുണ്ടായിരുന്നതെല്ലാം. അണ്ണാൻ എന്താ കാണുന്നത്? കുഞ്ഞിച്ചിറകുകൾ വീശി വീശി അതാ കുഞ്ഞിക്കിളി പറന്നു വരുന്നു അല്ലേ? ഇത് നല്ലൊരു കഥയല്ലേ? കൂട്ടുകാർക്ക് ഇഷ്ടമായില്ലേ കഥ? അങ്ങനെ കുഞ്ഞിക്കിളിക്ക് എന്തായി? വളരെയധികം സന്തോഷമായി. അമ്മയെ കണ്ടപ്പോൾ കുഞ്ഞിക്കിളിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഇനി അടുത്ത പ്രവർത്തനം ചെയ്യാം. വരച്ച് ചേർക്കാം. ഇവിടെ ഒരുപാട് പേരും അവരുടെ വീടുകളും കൂട്ടുകാർ കാണുന്നില്ലേ? എന്തെല്ലാം കാണുന്നുണ്ടെന്ന് നോക്കൂ.
ഇവിടെ എന്തെല്ലാം ഉണ്ട്? മരമുണ്ട്. ആ മരത്തിൽ താമസിക്കുന്നത് ആരാണ്? ഒരു കുരുവിയുണ്ട് അല്ലേ? അവർ കൂട്ടിൽ താമസിക്കുന്നത് മാച്ചാക്കിയിട്ട് കൂട്ടുകാർ വരച്ചു ചേർക്കുക. കുഞ്ഞിക്കിളി മരത്തിൽ താമസിക്കും. അങ്ങനെയാണെങ്കിൽ എട്ടുകാലി എവിടെയാണ് താമസിക്കുന്നത്? വലയുണ്ടാക്കിയിട്ടാണ് അല്ലേ? ഇനി നമ്മുടെ മരംകൊത്തി എവിടെ താമസിക്കും? മരത്തിൽ കൂടുണ്ടാക്കിയിട്ട് താമസിക്കും. തേനീച്ച എവിടെയാണ്? തേനറകളിൽ താമസിക്കും. അങ്ങനെ ഓരോരുത്തരുടെയും കൂടുകൾ മാച്ച് ചെയ്യുക. കുഴിയാന കുഴിയിൽ താമസിക്കും. ഇതാണ് ഈ പ്രവർത്തനം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. അടുത്ത പ്രവർത്തനം എന്താണ് പറയുന്നത് നോക്കൂ. പാഠപുസ്തകത്തിലെ 42, 43 പേജുകൾ നോക്കി ചെറുവിവരണം തയ്യാറാക്കണം. ആ പേജിൽ കൂട്ടുകാർ പഠിച്ചിട്ടില്ലേ? വ്യത്യസ്തതരം ജീവികളും അവരുടെ കൂടുണ്ടാക്കുന്ന രീതിയുമാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അണ്ണാനെപ്പറ്റി ആദ്യം നോക്കാം. അണ്ണാൻ എങ്ങനെയാണ് കൂടുണ്ടാക്കുന്നത് കൂട്ടുകാർക്ക് അറിയാമോ? എങ്ങനെയാണ് കൂടുണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ അണ്ണാൻ. എന്താ പറയുന്നത്? ഞാൻ അണ്ണാൻ. മരത്തിൻ്റെ ചില്ലയിലാണ് എൻ്റെ താമസം. ഇല, ചകിരി, നാര് എന്നിവ ഉപയോഗിച്ച് വീടുണ്ടാക്കുന്നത്. ഞാൻ എന്തൊക്കെ കഴിക്കും? പഴങ്ങളും പരിപ്പും എന്നിവ കഴിക്കും. ഇനി അടുത്ത ആളാരാണ്? വണ്ണാത്തിപ്പുള്ള്. എങ്ങനെയൊക്കെ എഴുതാം? ഞാൻ വണ്ണാത്തിപ്പുള്ള്. ഞാൻ ഇലയും നാരും പുല്ലും കമ്പും ചേലിൽ ചേർത്ത് കൂടുണ്ടാക്കുന്നു. എങ്ങനെയാണ് കൂടുണ്ടാക്കുന്നത്? ഇലയും നാരും പുല്ലും കമ്പും കൂട്ടി യോജിപ്പിച്ച് കൂടുണ്ടാക്കുന്നു. എൻ്റെ നിറം കറുപ്പും വെള്ളയും കൂടിയതാണ്. ഞാൻ വിത്ത്, കീടങ്ങൾ, മണ്ണിര എന്നിവ കഴിക്കും. എന്തൊക്കെയാണ് പറയുന്നത് വണ്ണാത്തിപ്പുള്ള്? ഞാൻ ഇലയും നാരും പുല്ലും കമ്പും ചേലിൽ ചേർത്ത് കൂടുണ്ടാക്കുന്നു. എൻ്റെ നിറം കറുപ്പും വെള്ളയും കൂടിയതാണ്. ഞാൻ വിത്ത്, കീടങ്ങൾ, മണ്ണിര എന്നിവ കഴിക്കും. ഇനി അടുത്ത കിളി ഏതാണെന്ന് നോക്കൂ. അടുത്ത കിളിയാണ് തുന്നാരൻകുരുവി. തുന്നാരൻകുരുവി എന്താണ് പറയുന്നത്? ഞാൻ തുന്നാരൻകിളി. ഞാൻ ഇലകൾ തമ്മിൽ തുന്നിക്കൂട്ടിയാണ് കൂടുകൾ ഉണ്ടാക്കുന്നത്. ഞാൻ തുന്നിക്കൂട്ടാൻ നാരുകളാണ് ഉപയോഗിക്കുന്നത്. ഞാൻ വിത്ത്, കീടങ്ങൾ എന്നിവ കഴിക്കും. എന്തൊക്കെയാണ് പറഞ്ഞത്? ഞാൻ തുന്നാരൻകിളി, ഞാൻ ഇലകളും തമ്മിൽ തുന്നിക്കൂട്ടിയാണ് കൂടുകൾ ഉണ്ടാക്കുന്നത്. ഞാൻ തുന്നിക്കൂട്ടാൻ നാരുകളാണ് ഉപയോഗിക്കുന്നത്. ഞാൻ വിത്തുകളും കീടങ്ങളും കഴിക്കും. അടുത്ത ആളാരാണെന്ന് നോക്കൂ. എലി. ഞാൻ എലി. ഞാൻ മാടത്തിലാണ് താമസിക്കുന്നത്. എനിക്ക് കിഴങ്ങുകൾ വളരെയധികം ഇഷ്ടമാണ്. എൻ്റെ മാളത്തിൽ ധാരാളം അറകൾ ഉണ്ടായിരിക്കും. അല്ലേ? എന്തൊക്കെയാണ് എലി പറഞ്ഞത്? ഞാൻ എലി. ഞാൻ മാളത്തിലാണ് താമസിക്കുന്നത്. എനിക്ക് കിഴങ്ങുകൾ വളരെയധികം ഇഷ്ടമാണ്. എൻ്റെ മാളത്തിന് ധാരാളം അറകൾ ഉണ്ടായിരിക്കും. ഇനി അടുത്ത കൂട്ടുകാർ ആരാണെന്ന് നോക്കാം. തേനീച്ച. തേനീച്ചയെ കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ? കൂട്ടുകാർ തേൻ കുടിച്ചിട്ടുണ്ടോ? എന്നാൽ കുടിച്ചു നോക്കണേ. ഞാൻ തേനീച്ച. തേനീച്ച എന്താ പറയുന്നത്? ഞാൻ തേനീച്ച. എൻ്റെ കൂടിന് ധാരാളം അറകളുണ്ട്. എൻ്റെ കൂടിന് ധാരാളം അറകളുണ്ട്. മെഴുക് കൊണ്ട് മരച്ചില്ലകളിലും പൊത്തുകളിലും കൂടുണ്ടാക്കുന്നു. എങ്ങനെയാണ് കൂടുണ്ടാക്കുന്നത് പറയുന്നത്? മെഴുക് കൊണ്ട് മരച്ചില്ലകളിലും പൊത്തുകളിലും കൂടുണ്ടാക്കുന്നു. ഞാൻ പൂക്കളിൽ നിന്ന് തേൻ കുടിച്ച് അറകളിൽ നിറക്കുന്നു. എന്താ ചെയ്യുന്നത്? പൂക്കളിൽ നിന്ന് തേൻ കുടിച്ചിട്ട് അറകളിൽ നിറക്കുന്നു. ഇങ്ങനെയാണ് തേനീച്ച കൂടുണ്ടാക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും. ഇതോടുകൂടി ഈ പ്രവർത്തനം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. കൂട്ടുകാർ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. നിങ്ങളെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യണേ. ഇതോടുകൂടി ഈ പാഠഭാഗം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. താങ്ക് യു.